സ്നേഹമുള്ളവരെ, ഈ നാളുകളിൽ ഒത്തിരിയേറെ മാതാപിതാക്കൾ സങ്കടത്തോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അച്ഛാ, എൻ്റെ മോൻ പണ്ട് കുർബാനയ്ക്ക് കൂടുകയും ദേവാലയത്തിലും കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് സഹകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു നല്ല മോനായിരുന്നു അച്ഛാ. ഇപ്പം എന്നാന്നറിയത്തില്ല, ഒരു കാര്യം അവൻ അനുസരിക്കുകയില്ല, ഒന്നിലും ഒരു താല്പര്യമില്ല. പള്ളിയിൽ പോകാൻ പറഞ്ഞാൽ പോവുകയില്ല, ബൈബിൾ വായിക്കുകയില്ല, കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് കൂട്ടുകാരും ഒക്കെ ആയിട്ട് നടക്കും, എന്നിട്ട് ഏതെങ്കിലും സമയത്ത് വന്നു കയറും. എന്നോട് എന്നാന്നറിയത്തില്ല, ഒരു വല്ലാത്ത അകൽച്ചയാണ്, എന്നോടൊരു വെറുപ്പ് പോലെയാണ്. സങ്കടം തോന്നും അച്ഛാ, ഞാൻ ഇത്രയും നാൾ അധ്വാനിച്ചതൊക്കെ അവന് വേണ്ടിയല്ലേ, അവക്ക് വേണ്ടിയല്ലേ, എന്നിട്ടും മക്കൾ എന്നാ ഇങ്ങനെയൊക്കെ എന്നാ ചെയ്യുന്നത്? പ്രിയപ്പെട്ടവരെ, ഇത് ഒരു മാതാപിതാക്കളുടെ സങ്കടവും വേദനയല്ല, ഒരുപാട് മാതാപിതാക്കളുടെ ഒരു വേദനയും പ്രതിസന്ധിയുമാണ് ഈ നാളുകളിൽ. ഒരനുസരണക്കേടിൻ്റെ അരൂപി അനേകം മക്കളിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് മക്കളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഒരു അരൂപി എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ എനിക്ക് പറ്റുന്നില്ല. മറിച്ച് ഇന്ന് ലോകത്തിൻ്റെ വിവിധ തലങ്ങളിൽ, എന്തിന് സഭയുടെ തലങ്ങളിൽ ഉൾപ്പെടെ പ്രവർത്തിക്കുന്ന ഒരു ദുഷ്ടാരൂപിയാണ് അനുസരണക്കേടിൻ്റെ അരൂപി. ഈ നിമിഷങ്ങളിൽ ഈ അനുസരണക്കേടിൻ്റെ അരൂപി നമ്മളിൽ നിന്ന് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാമെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. നമുക്കൊരു നിമിഷം നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെയും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഓരോ ജീവിതങ്ങളെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും അനുസരണത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയും ചെയ്യട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ നിമിഷം ദൈവശക്തി അനുസരണത്തിൻ്റെ അരൂപി നിറയാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. കണ്ണുകൾ ഒരു നിമിഷം അടയ്ക്കാം, മനസ്സിനെ ശാന്തമാക്കി അനുസരണത്തിൻ്റെ ആത്മാവ് നമ്മളിലേക്ക് നിറയാൻ ദാഹത്തോടെ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. അപ്പസ്തോല പ്രവർത്തനം 5:29 വചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. വീണ്ടും 5:32 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് കർത്താവിനെ അനുസരിക്കുന്നവർക്കാണ്. അനുസരണമെന്ന വലിയ പുണ്യം നമ്മളിൽ നിറയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ മക്കളിലേക്കും ഈ അനുസരണത്തിൻ്റെ അരൂപി നിറയാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ എല്ലാ മാതാപിതാക്കളും വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത് ശ്രവിക്കുന്ന, ഇതിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. അനുസരണത്തിൻ്റെ അരൂപി ഓരോ മക്കളിൽ നിറയാൻ ഹൃദയം പൊട്ടി പ്രാർത്ഥിച്ച് ദൈവം നിറയട്ടെ, ശക്തി നിറയട്ടെ, ആത്മാവ് നിറയട്ടെ. കരങ്ങൾ രണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ച് ആത്മാവിൻ്റെ ശക്തി നിറയാൻ ദാഹത്തോടെ എന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവെ ഇപ്പോൾ ആവസിക്കണമേ, ആത്മാവെ ഇപ്പോൾ നിറയണമേ, ഞങ്ങളുടെ ഓരോ ഹൃദയങ്ങളിലേക്ക് നിറയണമേ. അനുസരണക്കേടിൻ്റെ അരൂപി ബന്ധിച്ചിട്ടിരിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ഈ നിമിഷം തന്നെ അനേക മക്കൾ ആത്മാവിന്റെ ശക്തിയാൽ വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അനുസരണക്കേടിന്റെ അരൂപി തളച്ചിട്ടിരിക്കുന്ന ഓരോ ഹൃദയങ്ങളിലേക്കും എല്ലാ മക്കളിലേക്കും സകല വ്യക്തികളിലേക്കും ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ച അനുസരണക്കേടിന്റെ അരൂപിയെ ഛിന്ന ഭിന്നമാക്കി കളയട്ടെ. കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവേ 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 ആത്മാവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കേ. എന്നിൽ നിറയണമേ, ആത്മാവേ നിറഞ്ഞു കവിയണമേ, ആത്മാവേ കവിഞ്ഞൊഴുകണമേ. ഒരിക്കൽ കൂടെ അനുസരണത്തിന്റെ അരൂപി നിറയാൻ വിളിച്ചേ. ആത്മാവേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, ഓരോ മനസ്സുകളിലേക്ക് നിറയട്ടെ, എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് നിറയട്ടെ, സകല ജീവിതങ്ങളിൽ നിന്ന് നിറയട്ടെ. കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ 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 പരിശുദ്ധ ഹല്ലേലൂയ 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 ഹല്ലേലൂയ.
ഹല്ലേലൂയ ഹല്ലേലൂയ നിറയണമേ ഹല്ലേലൂയ 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 കവിയണമേ ഹല്ലേലൂയ 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 പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവേഷ്ടത്തിന് പരിപൂർണമായി സമർപ്പിച്ചവളെ, ഞങ്ങൾ ഓരോരുത്തരും അനുസരണത്തിൻ്റെ മക്കളാകുവാൻ, ഞങ്ങളുടെ മക്കൾ അനുസരണത്തിൻ്റെ മക്കളായി മാറുവാൻ അമ്മ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നീറുന്ന മാനസങ്ങൾ അമ്മേ, സങ്കടപ്പെടുന്ന മനസ്സുകളിലേക്ക് നിറയണമേ. സ്വസ്ഥ അനുഭവിക്കുന്നവരിലേക്ക് നിറയണമേ. നീരിൻ താഴ്വര കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ ശക്തിപ്പെടുത്തണമേ. അമ്മേ, നീതാ കേഴുന്നമ്മേ, അമ്മേ, നീറുന്ന മാനസങ്ങൾ മാതാവേ, ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കണമേ, സംരക്ഷിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ. അമ്മേ, കണ്ണീരിൻ താഴ്വരയിൽ നിന്നീതാ കേഴുന്നമ്മേ, ആവേ 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 മരിയ, ആവേ 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 മരിയ, ആവേ 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 മരിയ, അമ്മേ, ആവേ 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 മരിയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, അനുസരണത്തിൻ്റെ ഒരു ചൈതന്യം, അത് തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന വലിയ ആത്മാവിൻ്റെ ശക്തിയാണ്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് മനോഹരമായിട്ട് നമ്മൾ വചനത്തിൽ വായിക്കുന്ന കാര്യമാണ്. അമ്മ ദൈവ ഇഷ്ടത്തിന് പരിപൂർണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ഏറ്റു പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ. എന്ന് വെച്ചാൽ തൻ്റെ ആഗ്രഹവും തൻ്റെ ഇഷ്ടവും വിട്ടു അമ്മ. എന്നിട്ട് ദൈവം എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിറവേറട്ടെ. ഞാൻ ഓർക്കുകയാണ്, എത്രയോ മനോഹരമായി ആ അമ്മ ഈ കാര്യം തൻ്റെ മകനെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 34-ാം വചനത്തിൽ ഈശോ പറഞ്ഞു വെച്ചത്, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? അയച്ച പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുക, അവിടുത്തെ ജോലി പൂർത്തിയാക്കുക. വീണ്ടും യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായം 38-ാം വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുകയാണ്, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ്. എത്ര മനോഹരമായിട്ടാണ് കർത്താവ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. ഞാൻ ഓർക്കുന്നത്, ഇത് പരിശുദ്ധ അമ്മ പഠിപ്പിച്ച ഒരു പാഠമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവേഷ്ടത്തിന് സമർപ്പിച്ച ഒരമ്മയാണ് ഉദരത്തിൽ ഈ ദൈവകുമാരന് ജന്മം കൊടുത്തതെങ്കിൽ ആ ദൈവകുമാരൻ പിറന്നത് എങ്ങനെയാണ്? അനുസരണത്തിൻ്റെ ആത്മാവ് നിറയപ്പെട്ട്. ആ പുത്രനിൽ ദൈവത്തിന് ഐക്യമില്ലാതെ വരുമോ? ആ പുത്രനിൽ ദൈവത്തിൻ്റെ അനുസരണത്തിൻ്റെ ചൈതന്യമില്ലാതെ വരുമോ? ഈ കാലഘട്ടങ്ങളിൽ ഈ അനുസരണത്തിൻ്റെ അരൂപി ഒരുപാടിടത്ത് നഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ, വരും കാലഘട്ടങ്ങളിൽ സംഭവിക്കാനിരിക്കുന്ന ആപത്ത് നിസ്സാരവൽക്കരിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താണ്? ഏതൊരു തലത്തിലും ഇന്ന് ഈ അനുസരണക്കേടിൻ്റെ ഒരു അരൂപി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ ഒത്തിരി മാതാപിതാക്കളുടെ സങ്കടമാണ്. അവൻ എന്നെ അനുസരിക്കുന്നില്ല, അവളെന്നെ സ്നേഹിക്കുന്നില്ല, ഒന്നും മനസ്സിലാക്കുന്നില്ല, ഒരു വല്ലാത്ത എതിർപ്പാണ്. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അന്നേരം പൊട്ടിത്തെറിക്കും. ഒന്നും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലാത്ത ഒരു കോപ സ്വഭാവമാണ് മക്കളിൽ. ഇതൊരു സങ്കടമാണ്. പ്രിയപ്പെട്ടവർ, അവിടെ മാത്രമല്ല, ഓരോ സ്ഥാപനങ്ങളും നടത്തുന്നവർ ഇന്ന് ഒത്തിരിയേറെ സങ്കടപ്പെടുകയാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലെ പോലെ അല്ല, പലരും പറഞ്ഞാൽ അനുസരിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ എവിടെയൊക്കെ അനുസരണക്കേടിൻ്റെ ഒരു അരൂപിയുണ്ടോ, നാളെ അത് അപകടം വിതച്ചേ വിട്ടുപോകൂ. കുടുംബങ്ങളെ തകർക്കാൻ, സ്ഥാപനങ്ങളെ തകർക്കാൻ, സഭയെ തകർക്കാൻ ഒരു ദുഷ്ടാരൂപി
ഈ കാലയളവുകളിൽ പ്രവേശനം ചെയ്തിരിക്കുകയാണ്. അതാണ് അനുസരണക്കേടിൻ്റെ ദുരരൂപി. പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെ നമ്മൾ ജാഗരൂകത പുലർത്തിയില്ല എങ്കിൽ ഇത് നമ്മുടെ ജീവിതങ്ങളെ അധപ്പതനത്തിൽ ആഴ്ത്തും. സംശയമില്ല കാര്യത്തിൽ. തിരിച്ചറിവ് നമ്മുടെ ജീവിതങ്ങൾക്ക് അനിവാര്യമാണ്. സാമുവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ്റെ ആദ്യ രാജാവ് സാവൂള്. ദൈവം അവനോട് സാമുവേൽ പ്രവാചകനിലൂടെ വ്യക്തവും കൃത്യവുമായി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നീ പിടിച്ചടക്കുന്ന ഒരു രാജ്യത്തിൽ നിന്നും നിനക്ക് സ്വന്തമായി ഒന്നും എടുത്തുകൊണ്ട് പോരരുത്. എന്നാൽ അമലേക്കരുമായി യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുന്ന സാവൂൾ ചെയ്യുന്നത് എന്താണ്? അവൻ പറയുകയാണ്, ഇതെടുത്തുകൊണ്ട് പോകുന്നതിലൂടെ, ഈ വസ്തുക്കൾ സ്വന്തമാക്കുന്നതിലൂടെ എനിക്കിതിൻ്റെ ആവശ്യമില്ല, എന്നാൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ ഇത് അനുയോജ്യമാണ്. അവനിൽ തന്നെ ഒരു ന്യായീകരണം കണ്ടെത്തി അനുസരണക്കേട് കാണിക്കുകയാണ്. ഈ നാളുകളിൽ ഇത് തന്നെയാണ് പ്രശ്നം. ആദ്യ മാതാപിതാക്കൾ മുതൽ ഈ അനുസരണക്കേടിൻ്റെ അരൂപിക്ക് അടിമപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക? അവർ തങ്ങളിൽ തന്നെ ഒരു ന്യായീകരണം കണ്ടെത്തുകയാണ്. ദൈവം അവരോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വൃക്ഷത്തിൻ്റെയും പഴം നിങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ ആ നടുവിൽ നിൽക്കുന്ന നന്മതിന്മകളെ തിരിച്ചറിയുന്ന ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് മാത്രം ഭക്ഷിക്കരുത്. അത് ഭക്ഷിക്കുന്ന ദിവസം മരിക്കും. ഇത് മറന്നു. എന്നിട്ട് ആര് പറയുന്നതാണ് അനുസരിക്കുന്നത്? സാത്താൻ പറയുകയാണ്, അയ്യോ അങ്ങനെയൊന്നും അല്ല, അത് ഭക്ഷിക്കുന്ന ദിവസം നിങ്ങൾ ജീവിക്കാൻ തുടങ്ങും, നിങ്ങളുടെ കണ്ണു തുറക്കും. ഇവിടെ ദൈവത്തിൻ്റെ വാക്കിനെ വിട്ട് സർപ്പത്തിൻ്റെ വാക്കിന് വില കൊടുക്കുന്ന ആദ്യ മാതാപിതാക്കൾക്ക് നഷ്ടമായത് ദൈവത്തിൻ്റെ സമൃദ്ധിയുടെ ഏദൻ തോട്ടമാണ്. ഈ കാലഘട്ടങ്ങളിലും അനേകർക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല, സമൃദ്ധിയുടെ ഏദൻ തോട്ടമാണ്, സമൃദ്ധിയുടെ പറുദീസയാണ്. ഓരോ മക്കൾക്ക് നഷ്ടപ്പെടുന്ന ഇത് തന്നെയാ, സംശയമില്ല ഇക്കാര്യത്തില്. അതുകൊണ്ട് നമ്മളിൽ ഒരു തിന്മയുടെ അരൂപി ഭരണം നടത്താൻ ഇട കൊടുക്കരുത്. ദൈവം സാമുവേൽ പ്രവാചകനിലൂടെ ഓർമ്മിപ്പിക്കുന്നത് 1 സാമുവേൽ 15:22 വചനത്തിൽ നമ്മൾ കണ്ടെത്തുന്നുണ്ട്. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തി അനുസരിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തോട്, താനായിരിക്കുന്ന ഇടത്തോട് കൂറു പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ട് മാറുകയാണ്. അവിടെ ആ വ്യക്തിയിൽ വസിക്കുന്നത് ആരാണ്? ആ വ്യക്തിയിൽ വസിക്കുന്നത് ദൈവമാണ്. എൻ്റെ ഇഷ്ടത്തിനും എൻ്റെ ചിന്താഗതികൾക്കും അനുസരിച്ചുള്ള ഒരു ജീവിതമല്ല ഞാൻ നയിക്കേണ്ടത്. അതിനെ ന്യായീകരിച്ച് തിന്മയെ പുണ്യമാക്കി മാറ്റാൻ ആർക്ക് സാധിക്കുകയില്ല. കാരണം എന്താണ്? പാപം എത്രമേൽ ശുദ്ധീകരിക്കാൻ നോക്കിയാൽ പുണ്യമായിട്ട് മാറിയല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ പാപത്തിൽ നിന്ന് ഒരു വ്യക്തിക്ക് തന്നെ തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുഷ്ടാരൂപി നമ്മളിലോ കുടുംബങ്ങളിലോ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെതിരെ നമ്മൾ ശക്തമായ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണ്. ഫിലിപ്പി ലേഖനം 2:8 ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ പൗലോസ്ലീഹ വരച്ചു കാണിക്കുകയാണ്. അവൻ മരണം വരെ, കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ഈ ഒരു അനുസരണത്തിൻ്റെ അരൂപിയാണ് നമ്മളിൽ ഓരോരുത്തരും വളരേണ്ടത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാൻ സന്നദ്ധനെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായി തീരും. ഈ കാലഘട്ടങ്ങളിൽ സംഭവിക്കുന്ന അപകടമാണിത്. വരും നാളുകളിലേക്ക് സംഭവിക്കാനിരിക്കുന്ന മറ്റെന്തിനേക്കാൾ ഉപരിയായ ഒരു വിപത്താണിത്. അനുസരണക്കേടിൻ്റെ ദുരരൂപി പ്രവർത്തിക്കുമ്പോൾ വാളാണതിന് പ്രതിഫലം. ദൈവമായ കർത്താവ് ദാവീദിനോട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് സാമുവേലിന്റെ പുസ്തകത്തിൽ. എന്നെ നിരസിച്ച ഹിത്യനായ ഊറിയയുടെ ഭാര്യയെ സ്വന്തമാക്കിയതിനാൽ നിന്റെ ഭവനത്തിൽ നിന്ന് വാളൊഴിയുകയില്ല. ഈ കാലഘട്ടങ്ങളിൽ അനുസരണക്കേടിന്റെ അരൂപി പ്രവർത്തിക്കുന്ന ഓരോ മക്കളും ചിന്തിച്ചോ, നിന്റെ പഠന മേഖലയിലായിക്കോട്ടെ, നിന്റെ ജോലി മേഖലയിലായിക്കോട്ടെ, തടസ്സം നിൽക്കുന്ന ഒരു വാളുണ്ട്. അതെന്താണ്? ഈ അനുസരണക്കേടിന്റെ അരൂപിയിൽ നീ ആറാടുമ്പോൾ, നീ അതിൻ്റെ താല്പര്യങ്ങൾക്കൊത്ത് ജീവിക്കുമ്പോൾ നിന്നിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു ദുരരൂപി, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുന്ന ഒരു വാള്, നിന്റെ ഭാവി ജീവിതത്തെ തച്ചുടയ്ക്കാൻ ഉദ്യമിക്കുന്ന ഒരു വാള്, അത് മുറിവേൽപ്പിച്ച് പോകൂ. ഇത് അനുസരണക്കേടിൻ്റെ അരൂപിയിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. മറന്നുപോകരുത് ഈ കാര്യത്തെക്കുറിച്ച്. അവബോധം വേണം ഈ കാര്യത്തെക്കുറിച്ച്. ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് സ്നേഹമുള്ളവരെ, എത്രയോ തവണ അനുസരണക്കേടിൻ്റെ ഒരു അരൂപിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ട് എൻ്റെ ജീവിതമെന്ന്. ഒരു പൗരോഹിത്യ ജീവിത കാലഘട്ടങ്ങളിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ആദ്യ നാളുകളിലൊക്കെ ഒരഹങ്കാരത്തിൻ്റെ ചിന്തയായിരുന്നു. പലതിനോടും ഒരു എതിർപ്പ് കാണിക്കാനായിട്ടുള്ള ചിന്താഗതികൾ. അഭിയൊന്ന് പിതാക്കന്മാർ നൽകുന്നതായ
പ്രബോധനങ്ങൾ, ഇടയലേഖനങ്ങൾ, അതൊക്കെ ഇതൊന്നും വലിയ കഥയില്ല, കാര്യമില്ല എന്ന് ചിന്തിക്കാനും അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നതാണ് നല്ലത്, ആ സമയം വേസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ചിന്തിച്ച ഒരു കാലഘട്ടമുണ്ട്. ഏതൊക്കെ കാലത്ത് ഇത്തരത്തിലുള്ളതായ കാര്യങ്ങളെ നിരസിച്ച് ഇതിനെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചിന്താഗതികൾക്കനുസരിച്ച് ജീവിച്ചോ, അതിനൊക്കെ ഞാൻ ദൈവത്തിന് മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ കണ്ണീരൊഴുക്കേണ്ടി വന്നിട്ടുണ്ട്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് അധികാരികൾ എന്നോട് എന്താവശ്യപ്പെടുന്നോ അത് ചെയ്യാൻ മനസ്സാകുന്ന ഒരു പ്രവണതയിലേക്ക് വളർന്നത്. ഇന്ന് മറ്റെന്തിനേക്കാൾ ഉപരി മനസ്സിലൊരു സ്വാതന്ത്ര്യമോ സന്തോഷമോ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുകൊണ്ടും അല്ല, ഈ അനുസരണത്തിൻ്റെ അരൂപിക്ക് ആത്മാവിന് എന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവിക ചൈതന്യം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഈ ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വാക്കുകൾ ഞാൻ സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, എന്നിലും ഉണ്ടായിരുന്നു ഈ ദുരരൂപി. അതുകൊണ്ട് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഒരു പൗരോഹിത്യമോ സന്യാസമോ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ആയിക്കോട്ടെ, മറ്റേതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയോ പഠിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന മകനോ മകളോ ആരും ആയിക്കോട്ടെ, ഏത് വ്യക്തിക്കും ഒരനുസരണം അവർക്ക് അനുഗ്രഹമാണ്. ഏത് വ്യക്തിക്കും അനുസരിക്കണ്ടേ? സ്നേഹമുള്ളവരെ, എത്ര വലിയ വ്യക്തിയായാലും ആ വ്യക്തി മഹത്വം പ്രാപിക്കുന്നത് ഈ അനുസരണത്തിലൂടെയാണ്. അതുകൊണ്ട് മക്കളൊന്ന് ചിന്തിച്ചേക്കരുത്, അനുസരണക്കേട് കാണിക്കുന്നതിലൂടെ ഞാൻ എന്തോ ആയി, ഞാൻ വലിയ ആളായി ചിന്തിച്ചേക്കരുത്. അത് നിന്നെ ആപത്തിലും അപകടങ്ങളിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഈ ബോധ്യം ഉള്ളിൽ വേണം. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കണം. അനുസരണക്കേടിൻ്റെ ഒരു അരൂപി വീട്ടിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, അനുസരണക്കേടിൻ്റെ ഒരു അരൂപി നീ സ്ഥാപനങ്ങളിലോ വിദ്യാലയങ്ങളിലോ മറ്റിടങ്ങളിലോ കാണിക്കുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാനും മറ്റുള്ളവരുടെ മുമ്പിൽ വലിയ ആളാകാനും ഞാൻ അനുസരണക്കേട് കാണിച്ചും എതിർ ചിന്തകൾ കാണിച്ചും വിമർശിച്ചും പഴി പറഞ്ഞും എൻ്റെ സ്ഥാപനത്തെയും എൻ്റെ വിദ്യാലയങ്ങളെയും എൻ്റെ സഭയൊക്കെ ഞാൻ കുറ്റം പറഞ്ഞും പഴിചാരിയൊക്കെ ജീവിക്കുന്നുണ്ടെങ്കിൽ, പലതിനോടൊരു അനുസരണക്കേട് കാണിച്ച് അവരോട് ഒരെതിർ മനോഭാവം പുലർത്തുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവർ തിരിച്ചറിഞ്ഞോണം, ഇത് ഒരപകടത്തിലേക്ക് പോക്കാം. ഞാൻ അനുസരിക്കാൻ തയ്യാറാകുന്നിടത്താണ് മറ്റുള്ളവർ എന്നെ അനുസരിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. സങ്കീർത്തകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം, ദൈവമേ, അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം. സ്നേഹമുള്ളവരെ, ദൈവഹിതം നിറവേറ്റുന്ന വ്യക്തികളായിട്ട് മാറാനുള്ള തീരുമാനത്തോടുകൂടെ ഈ വചനം ശ്രവിച്ച് ഹൃദയത്തിലുള്ള ദൈവിക ശക്തിയെ ഒന്ന് ജ്വലിപ്പിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മളിൽ നിറയട്ടെ, നമ്മുടെ മക്കളിൽ നിറയട്ടെ, തലമുറകളിലേക്ക് നിറയട്ടെ. ഈ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കൾ ഓരോരുത്തരും ആഗ്രഹിക്കണം, ദമ്പതികൾ പരസ്പരം ആഗ്രഹിക്കണം, ഞങ്ങൾ അനുസരണമുള്ളവരായിട്ട് മാറണം. ഓരോ മാതാപിതാക്കളും അവരുടെ മുൻ തലമുറകളെ അനുസരിച്ചോ എന്ന് ജീവിതത്തിൽ ആത്മാർത്ഥമായി ആത്മശോധന ചെയ്യണം. ഇന്ന് മക്കൾ എന്നെ അനുസരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഞാൻ എൻ്റെ കഴിഞ്ഞ തലമുറയെ അനുസരിച്ചോ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ പൂർവികരെ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നോ ഞാൻ? ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് പശ്ചാത്തപിച്ച് ദൈവത്തോട് മാപ്പ് ചോദിക്കണം. ഈ കാലഘട്ടങ്ങളിൽ അനേക മക്കൾ അനുസരണത്തിൻ്റെ ഒരു അരൂപിക്ക് അടിമപ്പെടുന്നുണ്ടെങ്കിൽ അവർ ഹൃദയം തുറന്ന് അനുദപിക്കണം, ദൈവത്തോട് തീരുമാനം പറയണം, മാതാപിതാക്കളോട് തീരുമാനം പറയണം. ഞാൻ ഒരുപാട് അനുസരണക്കേട് കാണിച്ചിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനിമേൽ അനുസരണത്തിൻ്റെ ഒരു വ്യക്തിയാകും. കാരണം എൻ്റെ ഭാവി ജീവിതം അനുഗ്രഹം പ്രാപിക്കുന്നത് എന്നിൽ അനുസരണത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുമ്പോഴാണ്. നമുക്കൊരു നിമിഷം സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. വിവിധ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. മകനെ, മകളെ, ഒരു ദുരരൂപി നിന്നെ അടിമപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. ആത്മാവ് നിന്നിൽ പ്രവർത്തിക്കുമ്പോൾ സാധിക്കും. കണ്ണുകൾ നടക്കാവോ? സ്നേഹത്തോടെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവെ, ബലഹീനമായ എൻ്റെ ജീവിതത്തെ മുഴുവനും ഇതേ നിൻ്റെ സന്നിധിയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ, അവിടുന്ന് ഇപ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് നിറയണമേ. പുതിയൊരു ചൈതന്യം എന്നിലേക്ക് പകരണമേ. അനുസരിക്കുവാൻ സന്നദ്ധനെങ്കിൽ നീ ഐശ്വര്യം ആസ്വദിക്കും. ഓ ദൈവമേ, അനുസരണത്തിലൂടെ ഐശ്വര്യം അനുഭവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എല്ലാവരും ഹൃദയത്തിൽ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു.
സാധിക്കുന്നവരൊക്കെ കരങ്ങൾ ഹൃദയത്തോടെ ഒരു നിമിഷം ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, എന്നിലേക്ക് നിറയണമേ, അനുസരിക്കാൻ കൃപ തരണമേ, അനുസരിക്കാൻ കൃപ തരണമേ. അതിലൂടെ ദൈവേഷ്ടത്തിന് സമർപ്പിച്ച് ഞാൻ അനുഗ്രഹം പ്രാപിക്കട്ടെ. ആരാധന 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 ആരാധന. ആത്മാവ് നിറയട്ടെ. ദാഹിച്ച് ദാഹിച്ച് പ്രാർത്ഥിച്ച് സ്പർശിക്കട്ടെ. പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ, പരിശുദ്ധാത്മാവ് സ്പർശിക്കട്ടെ. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഇപ്പോൾ നിറയണമേ, ഓരോ ഹൃദയങ്ങളെ സ്പർശിക്കണമേ. എളിമയുടെ ചൈതന്യം നിറയട്ടെ, അനുസരണത്തിൻ്റെ അരൂപി നിറയട്ടെ. ലോകത്തിൻ്റെ അനുസരണക്കേടിൻ്റെ അരൂപി എല്ലാ ഹൃദയത്തിൽ നിന്നും ഇപ്പോൾ തന്നെ നീങ്ങിപ്പോകട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ നിറഞ്ഞു കവിയണമേ, നമുക്കൊരു നിമിഷം ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ആരാധന ആരാധന യേശുവേ ആരാധന. ജീവിക്കുന്ന ദൈവത്തെ ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ആരാധിക്കുന്ന നിമിഷങ്ങളാണ്. എല്ലാ ദൈവമക്കളും പാടി ആരാധിക്കട്ടെ. വലിയൊരു ദൈവശക്തി ഇപ്പോൾ എല്ലാവരിലേക്കും നിറയേണ്ട നിമിഷങ്ങളാണ്. ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിറയട്ടെ, ശക്തി നിറയട്ടെ. കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട്, കരങ്ങളൊന്ന് ഉയർത്തിക്കൊണ്ട് നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ച് അനുസരിക്കാൻ സാധിക്കുന്നില്ല, സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, ആത്മാവിൽ നിറയാൻ സാധിക്കുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ മക്കളെ മറ്റുള്ളവരെ സമർപ്പിച്ച് ഒരു തരത്തിലുള്ളതായ ദുഷ്പ്രേരണയുടെ അരൂപിക്ക് അടിമപ്പെട്ട് ആരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ആരെയും അനുസരിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു തരത്തിലുള്ള അരൂപി പിടികൂടിയ കുടുംബാംഗങ്ങളുണ്ടോ? സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ആത്മാവ് നിറയട്ടെ. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ വലിയൊരു ദൈവശക്തി നമ്മളിലേക്ക്, കുടുംബങ്ങളിലെ എല്ലാ മക്കളിലേക്കും നിറയുന്ന സമയമാണ്. ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ആത്മാവ് നിറയട്ടെ, പുതിയൊരു അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല 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 ഹല. പല കുടുംബങ്ങളിലും അസ്വസ്ഥത അനുഭവിക്കുന്നതായ എല്ലാ അനുസരണക്കേടിൻ്റെ ദുരരൂപിയും യേശുക്രിസ്തുവിന്റെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് ശക്തി കൊണ്ട് ഇപ്പോൾ തന്നെ വിട്ടുപോകട്ടെ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല ബറ 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 ബറ. കരങ്ങൾ കൂപ്പി കർത്താവായ ദൈവമേ, ജീവിക്കുന്ന സത്യദൈവമേ, പിതാവിനോടെന്നും അനുസരണമുള്ളവനായി തീർന്നുകൊണ്ട് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് എന്നരുളിച്ചതുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ഏറെ ശ്രദ്ധാലുവായിരുന്ന നല്ല തമ്പുരാനെ, ഞങ്ങളെല്ലാവരും അവിടുത്തെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന് മുമ്പിൽ ബലഹീനമായ ഞങ്ങളുടെ അവസ്ഥകളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്മ ആഗ്രഹിക്കുമ്പോഴും അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഞങ്ങളുടെ ബലഹീനതകൾ ഞങ്ങളുടെ ജീവിതത്തെ ഒരുപാട് അലട്ടുന്നുണ്ട്. കർത്താവെ, ഒരു വല്ലാത്ത അനുസരണക്കേട് ഞങ്ങളുടെ ജീവിതത്തെ പിടികൂടുന്നുണ്ട്. ഒരുപക്ഷെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള മ്ലേച്ഛതകളും അശുദ്ധിയും ഈ ലോകത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥകളുമാകാം ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അഭിഷേകം പകരുന്നത്, തടസ്സപ്പെടുത്തുന്നത്, അനുസരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കാത്ത വിധത്തിൽ മനസ്സിനെ അടച്ചു കളയുന്നത്, ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കാതുകൾ അടച്ചു കളയുന്നത്. ഓ ദൈവമേ, ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ ശക്തി ഞങ്ങളിലേക്ക് പ്രവഹിക്കട്ടെ. അനുസരിക്കാനുള്ള അരൂപി ഞങ്ങളിലേക്കും ഞങ്ങളുടെ കുടുംബത്തിലെ മക്കളിലേക്കും നിറയട്ടെ. ഈ നിമിഷങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് പല മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന എല്ലാ ദൈവമക്കളും കുടുംബത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള അനുസരണക്കേടിൻ്റെ രൂപയിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ മനസ്സിലോർത്ത് അവരിലേക്ക് ഇപ്പോൾ യേശുവിൻ്റെ ശക്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൻ്റെ ചൈതന്യം നിറയാൻ പ്രാർത്ഥിക്കുകയാണ്.
അനുസരിക്കുന്നവർക്ക് നൽകുന്ന ആത്മാവ് ഇപ്പോൾ അനേക ഹൃദയങ്ങളിലേക്ക് നിറയുന്ന സമയമാണ്. വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, ഹൃദയം തുറന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ് ഇപ്പോൾ ഇടപെടും, നിൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടും. ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കൈകളെ യാതനാരൂപത്തിൽ ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട്, കർത്താവെ എൻ്റെ കുടുംബത്തിലേക്കൊന്ന് ഇടപെടണം, എൻ്റെ കുടുംബത്തിലെ അംഗങ്ങളുടെ പ്രശ്നങ്ങളിലേക്കൊന്ന് ഇടപെടണം, എൻ്റെ ജീവിത സങ്കടങ്ങളിലേക്കൊന്ന് ഇടപെടണം. നന്മ ആഗ്രഹിച്ചിട്ടും പ്രവർത്തിക്കാൻ സാധിക്കാത്തതായ ജീവിതത്തിൻ്റെ എല്ലാ ആത്മീയ മരവിപ്പിൻ്റെ മന്ദതയുടെ മേഖലകളിലേക്കൊന്ന് ഇടപെടണം. കരങ്ങളെ യാചന രൂപത്തിൽ പിടിച്ച് ഈശോയുടെ നാമത്തെ എല്ലാവരും ഹൃദയത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ദൈവശക്തി നിറയട്ടെ, ചൈതന്യം നിറയട്ടെ, കൃപ നിറയട്ടെ, ആത്മാവ് നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവശക്തി നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ, ആത്മാവിന്റെ ശക്തി നിറയട്ടെ. സകല ബന്ധനങ്ങളും കെട്ടുകളും അസ്വസ്ഥകളും തിന്മയുടെ അരൂപികളും വിട്ടൊഴിയട്ടെ. ആരാധന 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 ആരാധന. കരങ്ങളൊന്ന് ഉയർത്തിക്ക്. കർത്താവിൻ്റെ ശക്തിയുള്ള ആശീർവാദന സമയത്ത് കെട്ടും ബന്ധനം അഴിയുന്ന നിമിഷങ്ങളാണ്. എല്ലാതരം അനുസരണക്കേടിൻ്റെ രൂപയും കുടുംബത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയപ്പെടുന്ന നിമിഷങ്ങളാണ്, വിട്ടൊഴിയുന്ന നിമിഷങ്ങളാണ്. എല്ലാവരും ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുന്ന നിമിഷങ്ങൾ തന്നെ സകല ബന്ധനങ്ങളും അഴിയാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി അതരം തുറന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ ബന്ധനങ്ങൾ കെട്ടുകൾ അഴിയപ്പെടുന്നു. ദൈവശക്തി ഓരോ മനസ്സുകളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കുന്നു. കുടുംബത്തിൽ തിന്മ ബന്ധിച്ചിട്ടിരിക്കുന്ന, സാത്താൻ കെട്ടിയിട്ടിരിക്കുന്ന സകല അവസ്ഥകളും ഇപ്പോൾ തന്നെ വിട്ടുമാറിപ്പോകുന്നു. ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.